ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായി ഒരു ലോങ് വ്ളോഗ് എടുത്തിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ബിക്കോസ് ഇന്ന് നമ്മുടെ 3rd ആനിവേഴ്സറി ആണ്, വെഡിങ് ആനിവേഴ്സറി ആണ്. അസ്ലമിന് എന്താ ആനിവേഴ്സറിയെ പറ്റി പറയാനുള്ളത്? ആനിവേഴ്സറികൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. ഇനിയും ആനിവേഴ്സറികൾ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. യാ അപ്പം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഞാനും അസ്ലമും ഇർഫാനും ഇമ്രവും കൂടി കുറച്ചധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മളിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഏതൊക്കെ ഫേവറേറ്റ് ഫുഡാണോ വേണ്ടത് അത് കഴിക്കാം. ഞാൻ എൻ്റെ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇമ്രു ആണ് ഫസ്റ്റ് പറഞ്ഞത്. ഇമ്രുവിന് നല്ല പിസ്സ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അത് മതി നമ്മളപ്പം ആലപ്പുഴ, നമ്മൾ കൊച്ചിക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ആലപ്പുഴ ഡൊമിനോസിൽ കയറിയിട്ട് ഇമ്രുവിന് നല്ല പിസ്സ ആദ്യം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആദ്യം ഇമ്രുവിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. സോ അപ്പം നമുക്ക് അതെ കുഞ്ഞു പിള്ളേർക്ക് സാധിച്ചു കൊടുക്കാൻ ആരും കാണത്തില്ലല്ലോ. ഗൈസ്, അപ്പം നമ്മൾ ഡൊമിനോസിലെത്തിയിട്ടുണ്ട്. അകത്തോട്ട് കയറണം, ദെൻ ഓർഡർ ചെയ്യണം. അസ്ലം ആദ്യം അങ്ങ് ചാടി അകത്ത് കയറിയിട്ടുണ്ട്. അസ്ലമിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു കുഞ്ഞൻ പിസ്സയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വെച്ച് വ്ളോഗ് എടുക്കാൻ പറ്റുന്ന ഒട്ടും നല്ല ആംബിയൻസ് അല്ല. ബിക്കോസ് ഇവിടെ ഫുൾ അടിയും വഴക്കും ഒക്കെയാണ്. സ്റ്റാഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ആൻഡ് ദെൻ സർവീസ് ഈസ് വെരി 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 ബാഡ്. അങ്ങനത്തെ കുറേ ഇഷ്യൂ. അതുകൊണ്ട് നമ്മൾ കയറിയതിനെ കൊണ്ട് ചെറിയൊരു പിസ്സ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഗൈസ്, ഇവിടെ ഭയങ്കര ബഹളവും അടിയും ഒക്കെയായി. ഇവിടെ ഫുൾ പോലീസും അതും ഇതുമൊക്കെയാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. കാരണം നമ്മൾ പേടിച്ചു പോയി. ഇത്രയും ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് അത് ഈ ഡൊമിനോസിലൊക്കെ വന്നിട്ട് ടു ബാഡ്. ഗൈസ്, ഞങ്ങൾ സ്നാക്സ് കഴിക്കാനായിട്ട് കുബാബയിൽ കയറിയിട്ടുണ്ട്. ഇതാരും പറഞ്ഞിട്ടൊന്നുമല്ല. നമുക്ക് അവിടുന്ന് ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. സോ അപ്പം നമ്മൾ കുബാബയിൽ വന്നിട്ടുണ്ട്. അസ്ലമതി ആദ്യം തന്നെ സ്നാക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇർഫാനുണ്ട്, ഇമ്രുദ കാർ പാർക്ക് ചെയ്തിട്ട് വരുന്നു. അപ്പം ഞാൻ എന്തൊക്കെ സ്നാക്സ് ഉണ്ടെന്ന് കാണിച്ചു തരാവേ. എനിക്കൊന്നിൻ്റെയും പേരൊന്നും അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. പോക്കറ്റ് ഷവർമ. എടാ, ഞാൻ സ്നാക്സ് ഒന്ന് കാണിക്കട്ടെ. പോക്കറ്റ് ഷവർമ ഉണ്ട്, മിഡ് റോൾ, ഏലാഞ്ചി, കട്ട്ലറ്റ്, പൊറോട്ട റോൾ, സമൂസ. അതെന്തായിരുന്നു? അതെന്തോ. ഇത്രയധികം സ്നാക്സ് ഉണ്ട്. അപ്പം നമുക്കിനി കഴിക്കാം. ഗൈസ്, നമ്മൾ കുറേ കഴിച്ചു പോയി. ഞാൻ അപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ഇത് ഒരു നല്ലൊരു ഐറ്റമാണ്. പൊറോട്ട റോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കൊള്ളാം. പിന്നെ ഞങ്ങൾ പോക്കറ്റ് ഷവർമ കഴിച്ചു, അത് കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കുബാഷ അതെന്തോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ്റെയൊക്കെ ഫില്ലിങ് വന്നിട്ടുള്ള അതും കഴിച്ചു. നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട്. നല്ല മഴയുണ്ട് ഇവിടെ. മിക്കവാറും നമ്മുടെ പരിപാടിയെല്ലാം അട്ടർ ഫ്ലോപ്പ് ആവുമെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മഴയൊന്നും വകവെക്കാണ്ട് നമ്മൾ നമ്മളുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാൻ പോവുകയാണ്. ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഐഡിയ ഈസ് മൈ ഐഡിയ. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതെവിടെ അസ്ലമേ? ഫ്രൂട്ട് കോഫി. നമ്മളപ്പം ഫ്രൂട്ട് കോഫിയിലാണ് എത്തിയിട്ടുള്ളത്. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു. സ്ഥലം എന്തോ അങ്ങോട്ട് നോക്കി ആർക്കും അറിയാത്തത്. ആ മെട്രോ മോളിൽ കൂടെ പോകുന്നത് എവിടെയാണ്? അപ്പോൾ ഇത് വൈറ്റിലുള്ള ഫ്രൂട്ട് കോഫിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ കുറേ ഷോർട്സിലൊക്കെ കണ്ട് കൊച്ചി ബെസ്റ്റ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ എന്ന് നോക്കുമ്പം ഇതാണ് നമുക്ക് റേറ്റിംഗ് ഉള്ളതായിട്ട് കണ്ടത്. സോ അങ്ങനെ നമ്മളിവിടെ എത്തിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് കടയുടെ അകത്തോട്ട് കയറി ഫുഡൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നമ്മുടെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് കൊറിയൻ ഹോട്ട് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ആൻഡ് ദിസ് വൺ ഈസ് ചീസ് ലാവ ഇൻഫ്യൂസ്ഡ് ചിക്കൻ. പിന്നെ നമ്മൾ മന്തി റൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെരിപ്പെരി ഷവായി പറഞ്ഞിട്ടുണ്ട്. ദെൻ പെരിപ്പെരി ലോട്ടസ് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം.
ഗൈസ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഒരു അവിൽ മിൽക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിൽ മിൽക്ക് കഴിക്കാനായിട്ട് നമ്മൾ എവിടോട്ടാണ് പോകുന്നത്? എടപ്പള്ളി. കടേൻ്റെ പേരെന്താ? മോസ്. അപ്പം മൗസി, സോറി മൗസി, എനിക്ക് പേരറിയത്തില്ല. മോസെന്നോ മൗസി. അപ്പം നമ്മൾ എടപ്പള്ളി മൗസിയിലോട്ട് പോവാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗായ്സ്. അപ്പം നമ്മൾ മൗസിയിലെത്തിയിട്ടുണ്ട് ജ്യൂസ് കുടിക്കാനായിട്ട്. അപ്പം അങ്ങോട്ട് പോകാൻ കാണിച്ചു തരാവേ ഗായ്സ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കട. ഡയറ്റ് ഉണ്ടോ? പക്ഷെ നമുക്കിന്ന് ഷുഗർ കഴിക്കാമല്ലോ, ആണോ? ഗൈസ്, നമ്മുടെ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫ്രൂട്ടാനായിട്ടാണ് പറഞ്ഞത്. ഇവൻ നോർമൽ ഒതൻറ്റിക് അവൽ മിൽക്ക്. ഇവൻ ഇതെന്താണ് റോയൽ. ഇത് ടെൻഡർ കോക്കനട്ട്. അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് ഇമ്രുവിൻ്റെ? എങ്ങനെയുണ്ട്? എനിക്കെല്ലാവരും പോലെ. ഇർഫാൻ്റെയോ? കുഴപ്പമില്ല. അസ്ലം കിട്ടുന്നില്ല. അസ്ലം നേരത്തെ പറഞ്ഞായിരുന്നു അവൻ ഒതൻറ്റിക് അവൽ മിൽക്ക് തന്നെ മതിയെന്ന്. അടുത്തത് നമ്മൾ സൈനുള്ള നാളിലെത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അപ്പം നമുക്ക് ഇവിടുത്തതും കൂടെയും ഇനി ടേസ്റ്റ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഫുഡ് കഴിച്ച് കഴിക്കും. ഇർഫാനപ്പം ഇവിടെ നിൽപ്പുണ്ട്. ഇർഫാനെ ഏതാ മോസ്റ്റ് മൂവിങ്? പിസ്താഷ്യൂ അതാണെന്നാണ് പറഞ്ഞ. നമ്മളിപ്പോൾ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. കുറേ നേരമായിട്ട് നമ്മുടെ ഇർഫാൻ ക്യൂവിലായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം കിട്ടി. അൺബോക്സിങ് ഡ്യൂഡാണ് നമ്മൾ. ഇതെടുത്ത് മാറ്റും. ആദ്യം നമ്മുടെ അസ്ലം. എങ്ങനെയുണ്ട് അസ്ലമ്? കൊള്ളാമോ? എനിക്ക് ഒന്നും കൂടെ നോക്കി. സൂപ്പറാണോ? എങ്ങനെയുണ്ടടാ മജാബാ? ഇർഫാ പറ. നല്ല ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ ഗൈസ്. അപ്പം നമ്മൾ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മൾ ക്യൂൻസ് വാക്വേയിലോട്ടാണ് പോകുന്നത്. നാളെ അവധി ആയതിനെ കൊണ്ട് ഇന്ന് അവിടെ ഓണായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ എന്താണേലും നമുക്ക് പോയി നോക്കാം. നമ്മളുടെ മോമോസ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് മോമോസും പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ സ്റ്റീംഡ് മോമോസും പറഞ്ഞിട്ടുണ്ട്. അതിവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രൈഡ് ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റീംഡ് അവരവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യൂൻസ് വാക്കയിൽ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം വലിയ തിരക്കൊന്നുമില്ല, കാരണം മഴയൊക്കെ ആയിട്ട് ആരുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോഴത്തേം പോലെ ഒരു പൊളി വൈബില്ല. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നിവിടെ ഒരു ഓഫ് മൂഡാണ്. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സാധാരണ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും, പിള്ളേർ വന്നിട്ട് ജസ്റ്റ് പാട്ട് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഫോണിനാണെങ്കിൽ ചാർജും തീരെയില്ല. സോ അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.